മോഷ്ടാക്കൾക്കിടയിലെ ധാർമ്മികത. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പോക്കറ്റടിക്കും, മറ്റു പലതരത്തിൽ മോഷണം നടത്തും, സ്ഥാപനങ്ങൾ കൊള്ളയടിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ വഴിയിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്നൊന്നും എടുക്കില്ല മോഷ്ടാക്കൾ. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളിൽ നിന്നും മോഷണം നടത്തില്ല. എന്നാൽ ചില നീചന്മാർ അതും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരെ മോഷ്ടാക്കൾക്കിടയിൽ വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് ശവം തൂക്കെന്നാണ് അവരുടെ കൊടുഭാഷയിൽ. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് ഇന്ന് കോൺഗ്രസ്. വയനാട്ടിലെ മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം മോഷ്ടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. ആ പണം ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവഴിക്കുകയാണ്. കോൺഗ്രസിന്റെ റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാൻ, അവരുടെ പ്രചരണം സംഘടിപ്പിക്കാൻ, വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ, മൺമറഞ്ഞുപോയ മനുഷ്യരുടെ ആ ദുരന്തത്തെ വിറ്റ് പണം വാങ്ങി ആ പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണം കെട്ടു അരപ്പ